മറ്റൊരു സന്തോഷ വാർത്ത, പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കമാകും എന്നുള്ളതാണ്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും. ഓൺലൈൻ ക്ലാസ്സിന് പുറമെ വിക്ടേഴ്സ് ചാനൽ വഴി ഡിജിറ്റൽ ക്ലാസ്സുകളും സംപ്രേഷണം ചെയ്യും. Children, can you say which animal is this? Says the teacher. Friends, say aloud. It is a deer. കോവിഡ് പ്രതിസന്ധി കാരണം തുടർച്ചയായ രണ്ടാം അധ്യയന വർഷത്തിലും സ്കൂളുകൾ അടഞ്ഞുകിടക്കുമ്പോൾ വീണ്ടും ഓൺലൈൻ ക്ലാസുകൾക്ക് തയ്യാറെടുക്കുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. ഫസ്റ്റ് ബെൽ 2 എന്ന് പേരിട്ടിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസുകൾ കൈറ്റ് വിക്ടേഴ്സ് വഴി സംപ്രേഷണം ആരംഭിക്കും. രാവിലെ 10:30 അംഗനവാടി കുട്ടികൾക്കുള്ള കിളിക്കൊഞ്ചൽ ക്ലാസുകൾ ആരംഭിക്കും. മറ്റന്നാൾ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളുടെ ട്രയൽ സംപ്രേഷണം തുടങ്ങും. +2 ക്ലാസുകൾ ജൂൺ 7 ആരംഭിക്കുക. ആദ്യ 2 ആഴ്ച ട്രയൽ അടിസ്ഥാനത്തിലാവും കൈറ്റ് വിക്ടേഴ്സിലൂടെയുള്ള ക്ലാസുകൾ. ആദ്യം ഡിജിറ്റൽ ക്ലാസുകൾ ആരംഭിക്കുകയും ക്രമേണ ഘട്ടം ഘട്ടമായി ഓൺലൈൻ ക്ലാസുകളിലേക്ക് കൂടെ പോവുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇപ്രാവശ്യം ഉണ്ടാവുക. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നേരിട്ട് സംവദിക്കാൻ അവസരമൊരുക്കുന്ന ഓൺലൈൻ ക്ലാസുകൾ ജൂലൈയിൽ ആരംഭിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടക്കുന്ന ചടങ്ങിൽ 30 പേരാണ് പങ്കെടുക്കുക. ഇതോടൊപ്പം സ്കൂൾ തലത്തിലെ പ്രവേശനോത്സവങ്ങൾ വെർച്വലായും നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. അങ്ങനെ 2ാം സീസൺ അതില് നമ്മളിപ്പോ ആ തൊപ്പി വെച്ചൊരു ടീച്ചറില്ലേ, അത് ഞാൻ കാണാറുണ്ട് സ്ഥിരം. കാരണം മോന്റെ ടീച്ചറാണ് കണക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കാണാം. ശരിക്കും രസകരമാണ്. നമുക്കും കൂടി ഇപ്പൊ പങ്കെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. അതെ അതെ, നമ്മൾ കൂടി പങ്കെടുക്കാൻ പറ്റുന്നു എന്നുള്ളതല്ല, പങ്കെടുത്തില്ലെങ്കിൽ അവരതിൽ അതിന്റെ മുമ്പിൽ ഇരിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കണക്കൊക്കെ ഒന്ന് ഓർമ്മ ഒതുക്കാൻ പറ്റി. കണക്കും സയൻസും ഒക്കെ മോന്റെയും മോളുടെയും കൂടെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഈ ടീച്ചർമാരൊക്കെ നമുക്ക് വളരെ പരിചയമാണ് ടി വി കണ്ടിട്ട്. അതെ അതെ. ഓൺലൈൻ ക്ലാസ്സുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ചിന്ത. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു പറയുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ നേരിട്ട് സംവദിക്കാൻ അവസരമൊരുങ്ങുന്ന ഓൺലൈൻ ക്ലാസുകൾ ജൂലൈയിൽ യാഥാർത്ഥ്യമാകും. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഊർജിതമാക്കിയതായും ജീവൻ ബാബു ന്യൂസ് 18 പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബുവാണ് ന്യൂസ് 18 ചേരുന്നത്. പുതിയൊരു അധ്യയന വർഷം ഓൺലൈനിലൂടെയാണ് വീണ്ടും കടന്നു പോകുന്നത്. തയ്യാറെടുപ്പുകൾ ഏതുവരെത്തി? നമ്മുടെ ഡിജിറ്റൽ ക്ലാസ്സുകൾ നമ്മൾ ജൂൺ മാസം 1-ാം തീയതി കൊണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പ്രവർത്തനം തുടങ്ങുകയാണ്. സ്കൂളുകൾ ഔദ്യോഗികമായിട്ട് നമുക്ക് തുറക്കുന്നതിന് സാധിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയാം, കോവിഡ് മഹാമാരിയുടെ 2ാം തരംഗത്തിൻ്റെ ഒരു വലിയ പ്രശ്നത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് പ്രവേശന ഉത്സവത്തോടു കൂടി ഡിജിറ്റൽ ക്ലാസ്സുകളുടെ പ്രവർത്തനമാണ് നമ്മൾ തുടങ്ങുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാം കുട്ടികൾ സ്കൂളിലേക്ക് തന്നെ കടന്നു വരണമെന്നാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. അത് കുട്ടികളിൽ ഒത്തിരിയേറെ മാനസികമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ മാനസിക ആരോഗ്യത്തെ വളർത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് സാമൂഹ്യപരമായിട്ടുള്ളൊരു ചുറ്റുപാടുകളിലേക്കുള്ള ഒരു വലിയ കൈപ്പിടി കൂടിയാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ലോകമെമ്പാടും ഇതൊരു പ്രായോഗിക പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. കേരളത്തിലെ, ഇന്ത്യയിലെ പൊതു സാഹചര്യത്തിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുട്ടികളെല്ലാം വീടുകളിൽ തന്നെയാണ്. പക്ഷേ അവരുടെ അധ്യയന പ്രവർത്തനങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള പാഠ്യപ്രവർത്തനങ്ങൾ കൂടെ ഈ കാലഘട്ടത്തിൽ നൽകാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് വലിയൊരളവിൽ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഡിജിറ്റൽ ക്ലാസ്സുകളാണ് നമ്മൾ നൽകിയത്. ഈ വർഷം ഓരോ ഘട്ടമായിട്ട്, എല്ലാ ക്ലാസ്സുകളിലും ഒരു ഘട്ടത്തിൽ നമുക്ക് നടത്താനായിട്ട് സാധിക്കില്ല. ഘട്ടം ഘട്ടമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളിലേക്കും കൂടെ ഈ ഒരു വിദ്യാഭ്യാസത്തെ മാറ്റണമെന്നുള്ളൊരു ശ്രമത്തിലാണ് നമ്മൾ. അതിന് ഒത്തിരി പ്രായോഗികമായിട്ടുള്ള പരിമിതികളുണ്ട്. കാരണം കേരളം പോലെ ഇത്രയും വികസിതമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ നെറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം, ഫോൺ കണക്ടിവിറ്റി ഇല്ലാത്ത ഏരിയകളുണ്ടാകാം. അപ്പോൾ 1-to-1 ഒരു അധ്യാപകനും കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വരുന്നൊരു ഘട്ടത്തിൽ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. അത് ഓരോ ഘട്ടമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ആദ്യം ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ഒരു വിലയിരുത്തലുകൾക്ക് ശേഷമായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. ഈ അധ്യാപകരും വിദ്യാർത്ഥികളും നേരിട്ട് കണ്ടുള്ള ഓൺലൈൻ ക്ലാസ്, അത് ആദ്യഘട്ടം എപ്പോൾ യാഥാർത്ഥ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഏതൊക്കെ തയ്യാറെടുപ്പുകൾ ഏതുവരെത്തി? അത് സംബന്ധിച്ച് ആദ്യം നമ്മൾ ഡിജിറ്റൽ ക്ലാസ്സുകൾ തന്നെയാണ് പോകുന്നത്. ഡിജിറ്റൽ ക്ലാസ്സുകൾ എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കുകയും അതിനുശേഷം ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോവുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ആദ്യ ഒരു ക്ലാസ് നമുക്ക് ജൂലൈ മാസത്തോടുകൂടി തുടക്കമിടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പോകുന്നു. കാരണം ഇത് നമ്മൾക്ക് പറയുമ്പോൾ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കേരളത്തിലെമ്പാടും ഒരു പർട്ടിക്കുലർ ക്ലാസ്, 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ 1ാം ക്ലാസ്സോ ഏത് ക്ലാസ് ആണെങ്കിലും കുട്ടികൾ കേരളത്തിലെമ്പാടുമാണ് നിൽക്കുന്നത്. അത് മലയോര മേഖലകളിലും വനത്തിൻ്റെ ഉൾഭാഗങ്ങളിലും തീരപ്രദേശ മേഖലകളിലും ടൗണിൻ്റെ അകത്ത് പോലും നെറ്റ്വർക്ക് നമുക്ക് ലഭ്യമല്ലാത്ത എല്ലാ മേഖലകളും നമുക്ക് പല രീതിയിലുണ്ട്.
അപ്പോൾ ആ ഒരു വലിയ ഒരു ചലഞ്ചാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിന് ഏത് രീതിയിൽ മറികടക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമത്തിൻ്റെയും ചിന്തയുടെയും ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. കോവിഡിനെ തുടർന്ന് ആദ്യമായിട്ടാണല്ലോ, കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണല്ലോ ഈ ഓൺലൈൻ ക്ലാസ് എന്നുള്ള സംവിധാനം കൊണ്ടുവരുന്നത്. അപ്പോൾ ചില പാകപ്പിഴകളുണ്ടായിരുന്നു, വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പലർക്കും ഈ ഓൺലൈൻ ക്ലാസ് തുടക്കത്തിൽ ലഭ്യമായിരുന്നില്ല എന്നുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. ഇത്തവണ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എങ്ങനെ മുന്നോട്ട് പോകാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ തയ്യാറെടുക്കുന്നത്? നമുക്ക് വിമർശനങ്ങൾ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ നമ്മളുടെ ആരുടെ ഒരു വ്യക്തിപരമായ താല്പര്യത്തിന് പുറത്തല്ല. നമുക്കൊരു കാലഘട്ടം നമുക്ക് അതേ രീതിയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കേരളത്തിലെ ഏതൊരു വ്യക്തിയോടും 2 വർഷത്തിന് മുമ്പ് നമ്മളെല്ലാവരും മാസ്ക് വെച്ച് 1 വർഷം മുമ്പ് പുറത്തിറങ്ങുമെന്നും 1 വർഷത്തേക്ക് കുട്ടികൾക്ക് സ്കൂൾ അടച്ചിടുമെന്ന് പറഞ്ഞാൽ നമ്മളാരും വിശ്വസിക്കില്ലായിരുന്നു. എന്നാൽ ലോകത്തിൻ്റെ മുഴുവൻ സ്ഥിതിവിശേഷം മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു വൈറസും അതിൻ്റെ പ്രവർത്തനങ്ങളും ലോകത്തെമ്പാടും ജനങ്ങൾ ലോക്ക്ഡൗണിൽ വീടുകളിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പുതിയ സംഗതികളിലേക്കും പുതിയ സംഭവഗതികളിലേക്കും പോകേണ്ടി വരും. അപ്പം ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരിക്കലും മാറ്റിവെക്കപ്പെടേണ്ട അല്ലെങ്കിൽ വെക്കേണ്ടി വരില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന, അതിനുവേണ്ടി ഒത്തിരിയേറെ ആളുകൾ കാത്തിരിക്കുന്ന ഈവൻറ്റ്സ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ലോകത്തുള്ള അത്ലറ്റ്സും അതിൻ്റെ കായിക താരങ്ങളും എല്ലാം നിൽക്കുകയാണ്. എന്തുകൊണ്ട് അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഇത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിൽ വരുന്ന സാഹചര്യം അനുസരിച്ച് മാത്രമേ പ്രവർത്തനങ്ങൾ സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലോകത്തെമ്പാടും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു അവലോകനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വരുന്ന സാഹചര്യങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെ വിമർശനമായിട്ടല്ല കാണേണ്ട, മറിച്ച് നമ്മുടെ സാഹചര്യം അനുസരിച്ച് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. നമുക്ക് ഇത്രയും കുട്ടികളിലേക്ക് ഇതിനു മുമ്പ് സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. കാരണം നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റമുണ്ട്. കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നു, അവിടെ അധ്യാപകരുണ്ട്, PT ഉണ്ട്, പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ പറ്റും, അവർക്ക് കായികോത്സവം നടത്താൻ പറ്റും, കലാപരിപാടികൾ നടത്താൻ പറ്റും, മേളകൾ നടത്താൻ പറ്റും. അതിന് നമുക്കൊരു സംവിധാനമുണ്ട്. പക്ഷേ കുട്ടികൾ പൂർണ്ണമായും വീട്ടിലിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതല്ല. അപ്പോൾ ആ കുട്ടികളെ കൂടെ നമുക്ക് കണക്കിലെടുത്തുകൊണ്ട് നിലവിലുള്ള സാഹചര്യങ്ങൾ 3ാം വേവോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളെല്ലാം വരുമ്പോൾ ഇതെല്ലാം മുൻകൂട്ടി നമുക്ക് കാണുക എന്നുള്ളത് പക്ഷേ ശാസ്ത്രലോകത്തിനോ ആരോഗ്യരംഗത്തിനോ പോലും സാധ്യമല്ലാത്തൊരു രീതിയിലാണ് നിലവിൽ പോകുന്നത്. 3ാം വേവിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതെന്നാണ് വരിക എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള പരിതസ്ഥിതികളും കൂടെ പരിശോധിച്ച് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ പറ്റുന്ന ഈ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമുക്കിതിനെ നേരിടാൻ പറ്റുന്ന ഏറ്റവും നല്ല സംവിധാനങ്ങൾ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാനുള്ള ശ്രമമാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്. ഈ +2 ക്ലാസ്സുകൾ എപ്പോഴാണ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ ആശങ്കയുണ്ട്. +2ൻ്റെ ക്ലാസ്സുകൾ, ഡിജിറ്റൽ ക്ലാസ്സുകൾ നമുക്ക് ജൂൺ മാസം 2ാമത്തെ ആഴ്ചയോടുകൂടി തുടങ്ങാനുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവർക്ക് മെയ് അവസാനം വരെ ക്ലാസ് ഉണ്ടായിരുന്നുകൊണ്ട് ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം അവരുടെ ക്ലാസ്സുകൾ ജൂൺ 2ാമത്തെ ആഴ്ചയോടുകൂടി +2 ക്ലാസ്സുകൾ തുടങ്ങുന്നതാണ്. ഈ +1 പരീക്ഷകളുടെ കാര്യത്തിലും കൃത്യമായി ഇപ്പോൾ തീരുമാനം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നടത്താനുള്ള ക്രമീകരണങ്ങളും എല്ലാം ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും +1ൻ്റെ നോട്ടിഫിക്കേഷൻ, പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ പുറത്തിറങ്ങുന്നതാണ്. ആ നോട്ടിഫിക്കേഷനിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ടൈം ടേബിൾ സംബന്ധിച്ച് മറ്റുള്ള വിവരങ്ങളുണ്ടാകും. ഈ ഫോക്കസ് ഏരിയ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ട്? അത് സംബന്ധിച്ചുള്ള തീരുമാനം കൂടെ കുട്ടികൾക്ക് അടുത്ത ദിവസം നൽകുന്നതാണ്. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഇത്തവണയും ഓൺലൈൻ ക്ലാസുകൾ നടത്തുമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കിയത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം SS ശരൺ, News 18.